പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്തെങ്കിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിലെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രധാനമായിട്ടും ലോക വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്നേ ദിവസം പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകളെ കുറിച്ച്, ഇവൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ, പിന്നെ ശീതസമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ? യെസ്, ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപവൽക്കരിക്കപ്പെട്ടത്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ് ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം എന്ത് രൂപീകരിക്കുക? ജൂതന്മാർക്ക് പ്രത്യേക ഒരു രാജ്യം രൂപീകരിക്കുക. ഈ 2024-25 വർഷങ്ങളിൽ കുറെ തവണ ആവർത്തിക്കപ്പെട്ട ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടു കൂടി ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആശയപ്രചരണമാണ്. ആ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന ആശയപ്രചരണത്തിന് തുടക്കം കുറിച്ചത് തിയോഡർ ഹെർഷലാണ്. തിയോഡർ ഹെർഷൽ 1896 അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിലാണ് ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ആദ്യമായി പരാമർശിക്കുക. അതുകൊണ്ട് തന്നെ സിയോണിസ്റ്റ് എന്ന ആശയത്തിന്റെ, സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവായി, നേതാവായി കണക്കാക്കുന്നത് തിയോഡർ ഹെർഷലിനെ ആയിരുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ തിയോഡർ ഹെർഷൽ എന്നാണ് ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുക? 1896 തുടർന്ന് ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായിരുന്ന ബാൽഫർ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നു. തുർക്കിയുടെ അധീന പ്രദേശമായ ആദിമ കാലഘട്ടത്ത് ജൂതന്മാർ തിങ്ങിപ്പാർത്തിരുന്ന പാലസ്തീൻ ഭൂപ്രദേശത്ത് എന്ത് രൂപീകരിക്കും? ഇസ്രയേൽ സ്ഥാപിക്കുമെന്ന്. ആർതർ ബാൽഫർ ആണ് 1917 ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആരാണ്? ആർതർ ബാൽഫർ. അതുകൊണ്ട് തന്നെ ബാൽഫർ പ്രഖ്യാപനം എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, മറക്കല്ലേ. 1917 ബാൽഫർ പ്രഖ്യാപനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം തുർക്കി ഭൂപ്രദേശം ബ്രിട്ടൻ കൈവശം വയ്ക്കുകയും രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1948 ജൂതന്മാർക്ക് വേണ്ടി മാത്രമായി എന്തു രൂപീകരിക്കുക? ഇസ്രായേൽ രൂപീകരിക്കുകയും ചെയ്യുക. ഇസ്രായേൽ രൂപീകരിച്ചത് എവിടെയായിരുന്നു? യെസ്, അറബ് വംശജർ താമസിച്ചിരുന്ന പാലസ്തീനിലായിരുന്നു. അങ്ങനെ അവിടെ പാലസ്തീനിൽ താമസിച്ചിരുന്ന അറബ് വംശജർ ന്യൂനപക്ഷമായിട്ട് മാറി. ന്യൂനപക്ഷവും അഭയാർത്ഥികളുമായിട്ട് മാറി. അങ്ങനെ ന്യൂനപക്ഷവും അഭയാർത്ഥികളുമായി മാറിയ അറബ് വംശജർക്ക് വേണ്ടിയിട്ട് പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്ന ആവശ്യപ്രകാരം രൂപീകരിച്ചതായിരുന്നു എന്താ? പാലസ്തീൻ വിമോചന സംഘടന. ഈ പാലസ്തീൻ വിമോചന സംഘടന, പാലസ്തീൻ ലിബറേഷൻ മൂവ്മെന്റ്, PLO, പാലസ്തീൻ ലിബറേഷൻ മൂവ്മെന്റ് അഥവാ പാലസ്തീൻ വിമോചന സംഘടന ആരംഭിക്കുന്നത് 1964 അതിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് യാസർ അരാഫത്ത് ആയിരുന്നു. നമുക്ക് പരിചിതമാണ് അല്ലെ. അപ്പോൾ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തില്, അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയപ്രചരണാർത്ഥം 1948 ജൂതന്മാർക്ക് വേണ്ടി അഥവാ യഹൂദന്മാർക്ക് വേണ്ടി ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിച്ചു. ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിച്ചത് എവിടെയായിരുന്നു? അറബ് വംശജർ താമസിച്ചിരുന്ന പാലസ്തീനിൽ. എന്നാൽ ഈ പാലസ്തീനിൽ ആദിമ കാലഘട്ടത്തിൽ ആര് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? ജൂതന്മാർ തന്നെയാണ് കേട്ടോ. ജൂതന്മാരെ പുറത്താക്കിക്കൊണ്ടാണ് അറബ് വംശജർ വരിക. ആ അറബ് വംശജരെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1948 ന്യൂനപക്ഷമാക്കിക്കൊണ്ട് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിച്ചു. അങ്ങനെ പാലസ്തീൻ ഭൂപ്രദേശത്ത് ന്യൂനപക്ഷമായി മാറിയ, അഭയാർത്ഥികളായി മാറിയ അറബ് വംശജർക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നതായിരുന്നു എന്താ? പാലസ്തീൻ വിമോചന സംഘടനയുടെ ലക്ഷ്യം. അത് രൂപീകരിച്ചതെന്നാണ് 1964. അതിന്റെ നേതാവാര? യാസർ അരാഫത്താണ്. ഓക്കെ അല്ലെ. അപ്പോ സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. മറക്കാതിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ പെടാത്തത് എന്ത്? യുനെസ്കോ രൂപീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൂടിയാട്ടം, ഓപ്ഷൻ ബി മുടിയേറ്റ്, ഓപ്ഷൻ സി പുലിക്കളി, ഓപ്ഷൻ ഡി ഖൽബലിയ. ആൻസറിലേക്ക് പോയാൽ സ്വാഭാവികം നമുക്കറിയാം, പുലിക്കളി എന്ത് ചെയ്തിട്ടില്ല? യുനെസ്കോ അംഗീകരിച്ചിട്ടില്ല. എന്താണ് യുനെസ്കോ എന്ന് പറയുന്ന സംഘടന? ഈ യുനെസ്കോ രൂപീകരിച്ചതെന്നാണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. യുനെസ്കോ രൂപീകരിച്ചതെന്നാണ്? യുനെസ്കോയുടെ പൂർണ്ണമായ പേര് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക്
ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന. ആരംഭിച്ചത് 1945 നവംബർ മാസം 16 മറക്കരുത്. 1945 നവംബർ 16 ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് ആണ്. ആസ്ഥാനം പാരീസ് ആണ്. നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 193. ഇത് 3 ഓർമ്മയ്ക്ക്. യുനെസ്കോ രൂപീകരിച്ചെന്ന 1945 നവംബർ 16. ആസ്ഥാനം പാരീസ് ആണ്. എത്ര അംഗരാജ്യങ്ങളുണ്ട്? 193 അംഗരാജ്യങ്ങളുണ്ട്. മറക്കില്ലല്ലോ. ഇനി അടുത്ത നമ്മൾ പറയുന്നു, നമ്മുടെ ഈ സംഘടനയുടെ പേരിൽ തന്നെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക മേഖലയിലാണ് ഈ യുനെസ്കോ എന്ന സംഘടന പ്രവർത്തിക്കുക. ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യുനെസ്കോ ലോക പൈതൃക പട്ടിക തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ ലോകരാജ്യങ്ങളിൽ അത് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വമുള്ള 193 അംഗരാജ്യങ്ങളുണ്ട്. നിരീക്ഷക രാഷ്ട്രമാണ് പാലസ്തീൻ. ഈ 193 അംഗരാജ്യങ്ങളും യുനെസ്കോയിൽ അംഗങ്ങളാണ്. ഈ 193 അംഗരാജ്യങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ട പരിസ്ഥിതി പ്രദേശങ്ങളോ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളോ ആണെങ്കിൽ അവയെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലങ്ങളുള്ളത് ഇറ്റലിയിലാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ പൈതൃക പട്ടികയിൽ സ്ഥലങ്ങൾ കാണപ്പെടുന്നത് ഇറ്റലി എന്ന രാജ്യത്താണ്. ഇനി മുടിയേറ്റ് കൂടാതെ കൂടിയാട്ടം എന്നീ കേരളീയ കലാരൂപങ്ങൾ എന്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്? പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയോദ്യാനം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. ആ ദേശീയോദ്യാനത്തിന്റെ പേര് കാഞ്ചൻജംഗയാണ്. പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളും പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നു ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോ കാഞ്ചൻജംഗ എന്ന ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ദേശീയോദ്യാനം എന്ന് പറയുന്നത്. പുലിക്കളി നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ് നടക്കുക? പുലിക്കളിക്ക് പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അല്ലെ. ഓണവുമായി ബന്ധപ്പെട്ടാണ് നടക്കുക. പക്ഷേ പുലിക്കളി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇല്ലെങ്കിലും തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരത്തിന് പ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രം യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, വടക്കുംനാഥ ക്ഷേത്രത്തിന് യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ചു. ഏത് വർഷം? 2015. ഓർമ്മിച്ചേക്കണേ. അപ്പൊ യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ആരാധനാലയം അഥവാ കേരളത്തിലെ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ വടക്കുംനാഥ ക്ഷേത്രമാണ്. എക്സലൻസ് അവാർഡ് ഏത് വർഷം? 2015. മറക്കില്ലല്ലോ. 2015 എന്ത് കിട്ടി? എക്സലൻസ് അവാർഡ് കിട്ടി. മറക്കില്ല എന്ന് തന്നെ കരുതുന്നു. ഇനി യുനെസ്കോയെ സംബന്ധിച്ചിട്ട് ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് യുനെസ്കോ ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. ആ പുരസ്കാരം എന്ത് പേരിൽ അറിയപ്പെടുക? കലിംഗ പുരസ്കാരം. ഈ കലിംഗ പ്രൈസ് നൽകുന്നത് യുനെസ്കോ ആണെങ്കിലും അതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനമാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒഡീഷ സംസ്ഥാനത്തിന്റെ ഭാഗത്താണ് കലിംഗ എന്ന ഭൂപ്രദേശമുള്ളത്. കലിംഗ യുദ്ധം അശോക ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പോൾ കലിംഗ പ്രൈസ് നൽകുന്നത് യുനെസ്കോ ആണ്. ആ കലിംഗ പ്രൈസുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്ന ശാസ്ത്രജ്ഞർക്കാണ് ഈ കലിംഗ പുരസ്കാരം നൽകുക. ഏത് വർഷമാണ് കലിംഗ പ്രൈസ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1952 പറയണം. ഏത് വർഷം? 1952. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യുനെസ്കോ രൂപീകരിച്ചെന്ന 1945 നവംബർ 16. ആസ്ഥാനയുടെ പാരീസ്, അംഗസംഖ്യ 193. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ കലാരൂപങ്ങളാണ് കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവ. പിന്നെ പുലിക്കളി പൈതൃക പട്ടികയിൽ ഇല്ല. എന്നാൽ പുലിക്കളി നടക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രത്തിന് 2015 എക്സലൻസ് അവാർഡ് ലഭിച്ചു. യുനെസ്കോ ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്ന ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പുരസ്കാരം. അതിന്റെ സ്പോൺസർ, അതായത് അതുമായി സാമ്പത്തികമായി സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. 1952 മുതലാണ് എന്ത് നൽകി തുടങ്ങിയത്? ഈ കലിംഗ പ്രൈസ് നൽകി തുടങ്ങിയത്. മറക്കില്ലാലോ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് പറയുന്നു, അടുത്ത ചോദ്യത്തിലേക്ക്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം എന്നാണ്. 1944 ഉണ്ട്, 48 ഉണ്ട്, 95 ഉണ്ട്, 97. ഇതില്
44 എന്നൊക്കെ നമുക്ക് തോന്നും. ഏ പക്ഷെ യഥാർത്ഥത്തില് 95 രൂപീകരിക്കുക. ലോക വ്യാപാര സംഘടന എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും. എന്നാലാണോ? ഒരിക്കലുമല്ല. ഐക്യരാഷ്ട്രസഭയുടെ ഘടകമോ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയോ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയോ അല്ല ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടന ഐക്യരാഷ്ട്രസഭയെ പോലെ തന്നെ മറ്റൊരു സ്വതന്ത്ര സംഘടനയാണ്. ഈ ലോക വ്യാപാര സംഘടന ഓർഗനൈസേഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1995, കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം 1 ജനുവരി മാസം 1. അപ്പൊ അതിനു മുമ്പ് ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട സംഘടനയില്ലായിരുന്നു എന്ന് പറയാം. അതിനു മുമ്പ് ഒരു അന്തർദേശീയ തലത്തില് വ്യാപാര സഹകരണത്തിന് വേണ്ടിയിട്ട് ഒരു കരാറാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ കരാർ എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാ സ്ഥാപിതമായത് 1995 ജനുവരി മാസം 1. ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയാണ്? യെസ്, ജനീവയാണ്. ഇനി ഇതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമുണ്ട്. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന സംഘടന രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടി അഥവാ സമ്മേളനം ഏത്? അല്ലെങ്കിൽ ഏത് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത്? ഏത് ഉച്ചകോടി? മൊറോക്കോ ഉച്ചകോടി. ഈ മൊറോക്കോ ഉച്ചകോടി നടക്കുന്നത് 1994 സാമ്പത്തിക വർഷത്തിന്റെ മാസവേദ ആരംഭിക്കുന്ന ഏപ്രിൽ. അത് വെച്ച് ലിങ്ക് ചെയ്യുക. ഏപ്രിൽ മാസം 15. അപ്പോ മൊറോക്കോ ഉച്ചകോടി നടക്കുന്നത് 1994 ഏപ്രിൽ മാസം 15 ആ മൊറോക്കോ ഉച്ചകോടിയുടെ തീരുമാനപ്രകാരമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി മാസം 1 ആരംഭിക്കുക. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? ജനീവ. നിലവില് 164 അംഗരാജ്യങ്ങളുണ്ട്. ഇന്ത്യ അംഗമായത്, സ്ഥാപിതമായത് 1995 ജനുവരി 1. ഇന്ത്യ അംഗമായത് 1995 ജനുവരി മാസം 1. ഓക്കെ, അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമായത് PS ചോദിച്ചിട്ടുണ്ട് എന്നാണ്. 1995 ജനുവരി മാസം 1. മറക്കില്ലല്ലോ. സ്ഥാപിതമായത് 1995 ജനുവരി 1. ഇന്ത്യ അംഗമായത് അതേ ദിവസം തന്നെ 1995 ജനുവരി 1. ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായത്, നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. ഇന്ത്യ അംഗമായത്, ഔദ്യോഗികമായി ഇന്ത്യ അംഗമാവുന്നത് 1945 ഒക്ടോബർ 30 അല്ലെ? ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ മാസം 24. ഇന്ത്യ ഔദ്യോഗികമായി അംഗമാകുന്നത് 1945 ഒക്ടോബർ മാസം 30. ഈ 2 ചോദ്യവും PS ചോദിക്കാറുണ്ട്. അതുപോലെ ഇവിടെയും ലോക വ്യാപാര സംഘടന സ്ഥാപിതമായതെന്നും ചോദിക്കും, ഇന്ത്യ അംഗമായതെന്നും ചോദിക്കും. രണ്ടും ഒരേ ദിവസം തന്നെ 95 ജനുവരി 1. ഓക്കെ, മറക്കില്ലല്ലോ. ആസ്ഥാനം എവിടെ? ജനീവയാണെന്ന് ഓർമ്മിക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു സംഘടന രൂപീകരിച്ചത് 95 പറഞ്ഞു അല്ലെ? എന്നാല് ഇതിനു മുൻപ് ഒരു കരാറാണ് ഉണ്ടായിരുന്നത് അല്ലെ? അന്തർദേശീയ ഒരു വ്യാപാര കരാറാണ് ഉണ്ടായിരുന്നത്. ആ വ്യാപാര കരാറ് അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു? പേര് ഓർമ്മിച്ചേക്കണേ. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെന്റ്, ഒരു ഉടമ്പടി. എന്തിനു വേണ്ടി? താരിഫ് ആൻഡ് ട്രേഡ്. ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഒരു കരാറാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അതിന്റെ പേര് ഇതായിരുന്നു, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ അക്ഷരം എടുത്ത് GATT, ഗാട്ട്. ആ ഉടമ്പടിയുടെ പേരെന്താണ്? ഗാട്ട്. ഈ ഗാട്ട് എന്ന ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1947 ഒക്ടോബർ മാസം 30. ഓക്കെ, അപ്പോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്ന ഗാട്ട് കരാർ രൂപീകരിച്ചത്
1947 ഒക്ടോബർ 30 അത് പല ലോകരാജ്യങ്ങളും അംഗീകരിക്കണമല്ലോ. അംഗീകരിച്ചത് പ്രാബല്യത്തിൽ വന്നത് ഗാട്ട് കരാർ രൂപീകരിച്ചത് 1947 ഒക്ടോബർ 30. അത് പ്രാബല്യത്തിൽ വന്നത് 1948 ജനുവരി മാസം 1. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമിയായി കണക്കാക്കുന്നത് ഒരു സംഘടനയല്ല, മറിച്ച് ഒരു കരാറാണ്, ഒരു ഉടമ്പടിയാണ്. അതിന്റെ പേര് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, ചുരുക്കി നമ്മൾ ഗാട്ട് എന്ന് വിളിക്കും. GATT, ഗാട്ട്. ഈ ഗാട്ട് കരാർ രൂപീകരിച്ചത് എന്നാണ് 1947 ഒക്ടോബർ 30. ലോകരാജ്യങ്ങളുടെ അംഗീകാരത്തോടു കൂടി അത് പ്രാബല്യത്തിൽ വന്നത് 1948 ജനുവരി മാസം 1. മറക്കില്ലല്ലോ. ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. ഓക്കെ, ഗുഡ്. അടുത്ത് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കാറുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച്. യെസ്, മറക്കരുത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുതകളല്ല, ശരിയായത് തിരഞ്ഞെടുക്കുക. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസവും സാമ്രാജ്യത്വവും കൊളോണിയലിസവും, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും, ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം, ഇതിലേതൊക്കെയാണ് ശരിയായത്? സ്വാഭാവിക പുനഃസജ്ജീകരണവും പ്രീണനവും ഉണ്ടായിരുന്നു. മിലിറ്ററിസം, അതായത് സൈനിക ആധിപത്യം, സാമ്രാജ്യത്വം, കോളനിവൽക്കരണം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ മ്യൂണിക് കരാറുകൾ, മ്യൂണിക് ഉടമ്പടി ഉണ്ടായിരുന്നു, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് മ്യൂണിക് ഉടമ്പടി വളരെ പ്രാധാന്യമർഹിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്നറിയപ്പെടുന്നതാണ് ഈ മ്യൂണിക് ഉടമ്പടി. ഈ മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാണ് ഒപ്പുവെക്കുക? 1938 സെപ്റ്റംബർ മാസം 29. എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് ഈ മ്യൂണിക് ഉടമ്പടിയെ വിശേഷിപ്പിക്കുക? മ്യൂണിക് ഉടമ്പടി ഒപ്പുവെക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? നമ്മുടെ ജർമ്മനിയുടെ ഭരണാധികാരിയായ ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് കീഴടക്കി. തുടർന്ന് കൂടുതൽ ഭൂപ്രദേശങ്ങൾ ആക്രമിക്കാൻ ഹിറ്റ്ലർ തുനിഞ്ഞപ്പോൾ ആരെതിർത്തു? ഫ്രാൻസും ബ്രിട്ടനും പറഞ്ഞു, ഇനിമേൽ ആക്രമിക്കരുത്, ചെക്കോസ്ലോവാക്യയെ ഇനിമേൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഹിറ്റ്ലർ എന്ത് ചെയ്തു? ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ്, ഇനിയും കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? യെസ്, മ്യൂണിക് ഉടമ്പടി. പക്ഷേ ഹിറ്റ്ലർ പരസ്യമായി സമ്മതിച്ചുവെങ്കിലും രഹസ്യമായി മറ്റു കൂടുതൽ ഭൂപ്രദേശങ്ങൾ ആക്രമിക്കുവാൻ തയ്യാറെടുത്തു, ആയുധശേഖരണം നടത്തി. പക്ഷെ ബ്രിട്ടനോ ഫ്രാൻസോ ഇത് അറിയുന്നുണ്ടോ? ഇല്ല. അവർ കരുതുന്നത് എന്താ? ഹിറ്റ്ലർ ഇനിമേൽ ആക്രമിക്കത്തില്ല, സമാധാനത്തോടെ ജീവിക്കും. പക്ഷേ ഹിറ്റ്ലറുടെ വീണ്ടുമുള്ള ആക്രമണമാണ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ 1939 സെപ്റ്റംബർ 3 വീണ്ടും ബ്രിട്ടനും ഫ്രാൻസും ഹിറ്റ്ലർ കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിച്ചതുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഈ മ്യൂണിക് ഉടമ്പടിയിൽ ഹിറ്റ്ലർ ഒപ്പുവെച്ചില്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ഹിറ്റ്ലറെ തടയാൻ ശ്രമിച്ചേനെ. ഹിറ്റ്ലർക്ക് കൂടുതൽ ആയുധങ്ങൾ സജ്ജീകരണം നടത്തുവാനോ സൈന്യശക്തി വർദ്ധിപ്പിക്കാനോ കഴിയുമായിരുന്നില്ല. പക്ഷെ രഹസ്യമായി ഹിറ്റ്ലർ സംഘടിപ്പിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധം എന്ന വിനാശകരമായ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുക? ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ ഓർമ്മിക്കുക, ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡാറ്റൻലാൻഡ് ഹിറ്റ്ലർ കീഴടക്കിയതാണ് എന്തിനും കാരണമായി തീരുന്നത്? ഈ മ്യൂണിക് ഉടമ്പടിക്ക് കാരണമായി തീരുക. ഡേറ്റ് 1938 സെപ്റ്റംബർ മാസം 29. മറക്കില്ലാലോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 കാരണങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളാണ്. സാമ്രാജ്യത്വം, കൊളോണിയലിസം എല്ലാം ഉണ്ട്. പക്ഷെ 4ാമത്തെ ഇറ്റാലിയൻ പോളിഷ് ഇടനാഴി ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണമല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം സമ്മേളനങ്ങളുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, അല്ലെ? ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുറേ സമ്മേളനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അതെല്ലാം നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, ഞാൻ ആ സമ്മേളനങ്ങളുടെ പേര് ഞാൻ നിങ്ങളോട് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി. അതായിരിക്കും ബെറ്റർ. ഓക്കെ. ഏറ്റവും ആദ്യം ഐക്യരാഷ്ട്രസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയുണ്ട്, അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ ഏത് വർഷമാണ്? 1941. ഓക്കെ, 1941. കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 14 അത് വേണമെന്നില്ല, വർഷം ഓർമ്മിക്കാം. 41. ഓക്കെ അല്ലേ? ഇനി മോസ്കോ കോൺഫറൻസ്. മോസ്കോ സമ്മേളനം. മോസ്കോ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ്? 1943. മോസ്കോ സമ്മേളനം 1943. ഈ മോസ്കോ സമ്മേളനത്തിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭ, ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം, അതോടൊപ്പം ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ പറയുന്നു തെഹ്റാൻ കോൺഫറൻസ്. തെഹ്റാൻ കോൺഫറൻസ്. ഈ തെഹ്റാൻ സമ്മേളനം നടക്കുന്നത് 1943 നവംബർ മാസം. മോസ്കോ കോൺഫറൻസ് ഒക്ടോബറിലാണ്, 43 ഒക്ടോബർ. തെഹ്റാൻ സമ്മേളനം നടക്കുന്നത് 43 നവംബർ മാസമാണ്. ഇനി ഒഫീഷ്യലി ഈ അറ്റ്ലാന്റിക് ചാർട്ടർ അനുസരിച്ച് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാരംഭ ചർച്ചകൾ ആരംഭിക്കുന്നു. തുടർന്ന് മോസ്കോ സമ്മേളനത്തിലും തെഹ്റാൻ കോൺഫറൻസിലും വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. മോസ്കോ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായിട്ട് ഈ ഐക്യരാഷ്ട്രസഭ എന്ന പേരൊക്കെ നിർദ്ദേശിക്കുക കൂട്ടുകാർ. ഈ മോസ്കോ സമ്മേളനത്തിനും തെഹ്റാൻ സമ്മേളനത്തിനും ശേഷം എന്ത് ചെയ്തു? യാൾട്ട സമ്മേളനം നടക്കുകയാണ്. യാൾട്ട സമ്മേളനം. ഈ യാൾട്ട സമ്മേളനം നടക്കുന്നത് 1945 ഫെബ്രുവരി മാസം. ഓക്കെ. ഈ യാൾട്ട സമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗികമായി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്, അന്തിമമായി തീരുമാനിക്കുന്നത് എന്ത് രൂപീകരിക്കാം? UN എന്ന സംഘടന രൂപീകരിക്കാം. ഓക്കെ. ഇതിനിടയിൽ തെഹ്റാൻ കോൺഫറൻസിന്റെ തീരുമാനപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? നിയമാവലിയൊക്കെ രൂപീകരിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടത് ഈ യാൾട്ട സമ്മേളനത്തിൽ. ഓക്കെയാണേ, മറക്കില്ലല്ലോ. ഇനി UN ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്ന പിന്നീടാണ്. ഓക്കെ, മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ നോക്കി, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത് എന്നാണ് ചോദ്യം. ഏതൊക്കെ പറയാം നമുക്ക്? പോസ്റ്റ്ഡാം സമ്മേളനം യുദ്ധാനന്തരമുള്ള സമ്മേളനമാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഔദ്യോഗികമായി എന്ത് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു? യെസ്, ഐക്യരാഷ്ട്രസഭ ഒരു സമാധാന സംഘടന രൂപീകരിക്കണം എന്നാവശ്യപ്പെടുകയാണ് അല്ലെ? യെസ്, പാരീസ് സമ്മേളനം എന്ന് കണക്കാക്കുന്നത് എന്താണ്? യെസ്, പാരീസ് സമ്മേളനം എന്ന് കണക്കാക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ളതാണ്. പാരീസ് സമ്മേളനം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ വെച്ചാണ് പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിന്റെ ഭരണസിരാ കേന്ദ്രമായ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നത്? ഉടമ്പടി ഒപ്പുവെക്കുക. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനമാണ് ചോദിക്കുക. യാൾട്ട സമ്മേളനമുണ്ട്, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമുണ്ട്, പോസ്റ്റ്ഡാം സമ്മേളനമുണ്ട്, കൂടാതെ ഞാൻ പറഞ്ഞ സമ്മേളനമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യാൾട്ട സമ്മേളനം. ഓക്കെ. ഇനി പോസ്റ്റ്ഡാം സമ്മേളനം യുദ്ധാനന്തരം, രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഒരു സമാധാന സംഘടന രൂപീകരിക്കണം എന്ന കാഴ്ചപ്പാടുകൂടി രൂപീകരിക്കപ്പെട്ടതാണ്. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഇമ്പോർട്ടന്റ് ആണ്, മറന്നുപോകല്ലേ. ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ ഒരു സമ്മേളനങ്ങൾ. അറ്റ്ലാന്റിക് ചാർട്ടർ ഓർത്തു വെക്കുക, PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായ ആദ്യത്തെ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ 41. മോസ്കോ കോൺഫറൻസിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭ എന്ന ആശയവും പേരും മുന്നോട്ട് വയ്ക്കുന്നത് ആര്? വുഡ്രോ വിൽസൺ. തെഹ്റാൻ കോൺഫറൻസിലൂടെ ഔദ്യോഗികമായ ഒരു നിയമാവലി വേണമെന്ന് ചർച്ച ചെയ്യുന്നു. അങ്ങനെ നിയമാവലി 1944 മുതൽ രൂപീകരിച്ചു തുടങ്ങുന്നു. യാൾട്ട സമ്മേളനത്തിൽ ഔദ്യോഗികമായി 45 ഫെബ്രുവരി മാസം ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെറ്റാണേ. അടുത്ത് പറയട്ടെ. ശരിയല്ലാത്ത പ്രസ്താവനകളേക്ക്
ന്യൂയോർക്കാണ് യുഎൻഎയുടെ ആസ്ഥാനം. ന്യൂയോർക്കാണ് യുഎൻഎയുടെ ആസ്ഥാനം. അന്റോണിയോ ഗുട്ടറസ് 2020 യുഎൻഎയുടെ സെക്രട്ടറി ജനറലായി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുക. 2 മാത്രം തെറ്റാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക് തന്നെ, അതിൽ സംശയമൊന്നുമില്ല. ന്യൂയോർക്ക് തന്നെയാണ്. അന്റോണിയോ ഗുട്ടറസ് 2020 തിരഞ്ഞെടുക്കപ്പെടുക, 2017 സാധാരണ 5 വർഷമാണ് കാലാവധി. 2017 തൊട്ട് 2022 വരെ അദ്ദേഹത്തിന് 5 വർഷ കാലാവധി ഉണ്ട്. 2022 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ നിലവിൽ അന്റോണിയോ ഗുട്ടറസ് തന്നെയാണ്. 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഓക്കെ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. തീർച്ചയായിട്ടും വിയന്ന തന്നെയാണ്. ഓസ്ട്രേലിയ വിയന്ന. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും 15 അംഗങ്ങൾ എന്നാ പറഞ്ഞേ. അതിൽ 5 പേര് സ്ഥിരാംഗങ്ങളും 10 പേര് താൽക്കാലിക അംഗങ്ങളും. ഇവിടുത്തെ സെന്റൻസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 15 സ്ഥിരാംഗങ്ങൾ എന്നായിരുന്നു വന്നതെങ്കിൽ സെന്റൻസ് തെറ്റാം. പക്ഷെ 15 അംഗങ്ങൾ എന്നേ പറയുന്നുള്ളൂ. അതിൽ 5 പേര് സ്ഥിരാംഗങ്ങളാണ്, 10 പേര് താൽക്കാലിക അംഗങ്ങൾ. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കി വെക്കണം. ഐക്യരാഷ്ട്രസഭ എന്ന സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലാണെങ്കിലും ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം അറിയപ്പെടുന്ന പേരുണ്ട്. എന്താണ്? മാൻഹാട്ടൻ അല്ലെ? ന്യൂയോർക്ക് എന്ന സ്ഥലത്ത് ലോക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് കണക്കാക്കുന്നത് മാൻഹാട്ടൻ പ്ലേസ്. മാൻഹാട്ടൻ എന്നാ പറയുക. ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ് ആസ്ഥാനം. ഇനി വീണ്ടും ചോദിക്കും, യുഎൻഎയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ, യുഎൻഎയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലോ? യുഎൻഎയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാ? ജനീവയാണ്. ഓക്കെ. യൂറോപ്യൻ ആസ്ഥാനം ജനീവ. മറക്കല്ലേ, യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന സ്ഥലത്താണ്, ഇവിടെ മാൻഹട്ടൻ എന്ന സ്ഥലത്താണ് യുഎൻഒ സ്ഥിതി ചെയ്യുന്നത്. മാൻഹട്ടൻ. മറക്കല്ലേ. ഇനി അടുത്ത് നമുക്ക് പറയാം, സുരക്ഷാ സമിതിയിൽ 15 അംഗങ്ങളുണ്ട് നമുക്കറിയാം. അതിൽ 5 പേര് താൽക്കാലികങ്ങളും 10 പേര് സ്ഥിരാംഗങ്ങളുമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആസ്ഥാനം വിയന്നയാണ്. അതോടൊപ്പം ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് പഠിക്കേണ്ടത്. വേണം. എന്നാ രൂപീകരിക്കപ്പെടുക? 1957 ജൂലൈ മാസം 29. 1957 ജൂലൈ മാസം 29. ഓക്കെ. ഓസ്ട്രേലിയ വിയന്നയാണ് ആസ്ഥാനം. ജൂലൈ 29 ഡേറ്റ് നിങ്ങൾക്ക് പരിചിതമാണ് അല്ലെ? അന്തർദേശീയ കടുവാ ദിനമാണ് അല്ലെ? ടൈഗർ ഡേ ആണ് എന്ത്? ജൂലൈ 29. 57 ജൂലൈ 29. പ്രധാനമായിട്ടും ഈ സംഘടനയുടെ ലക്ഷ്യം ആണവോർജം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നതായിരുന്നു. ഓക്കെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. ആണവോർജം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. രൂപീകരിക്കപ്പെട്ടത് 1957 ജൂലൈ 29. അപ്പൊ ഈ ഒരു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഒരു സമാധാന സംഘടനയാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാന നോബൽ ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2005 സമാധാന നോബൽ ലഭിച്ചു. 2005 സമാധാന നോബൽ ലഭിച്ചിട്ടുണ്ട്. സമാധാന നോബൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ സമാധാന നോബൽ ലഭിച്ച ഈ സംഘടനയിൽ ലോകത്ത് ഐക്യരാഷ്ട്രസഭയിലുള്ള എല്ലാ രാജ്യങ്ങളും അംഗങ്ങളാണോ? ഐക്യരാഷ്ട്രസഭയിൽ 193 അംഗരാജ്യങ്ങളുണ്ട്. ഈ 193 അംഗരാജ്യങ്ങളും അംഗങ്ങളാണോ? അല്ല. 178 രാജ്യങ്ങൾ മാത്രമാണ് അംഗങ്ങളായിരിക്കുന്നത്. 178 അംഗരാജ്യങ്ങൾ മാത്രമേ എന്തിലുള്ളൂ? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിലുള്ളൂ. അപ്പൊ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ആരംഭിച്ചത് 1957 ജൂലൈ 29. ആസ്ഥാനം വിയന്ന, ഓസ്ട്രേലിയ വിയന്നയാണ്. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് 2005. അംഗരാജ്യങ്ങളുടെ എണ്ണം 178 ആണ്. മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. തെറ്റായ പ്രസ്താവന ഏത്? സുയസ് കനാൽ ദേശസാൽക്കരിച്ചത് ഗമാൽ അബ്ദുൽ നാസറാണ്. ശരിയാണ്. ശീത സമര കാലഘട്ടത്ത് USSR നേതൃത്വം കൊടുത്ത സൈനിക സംഘടനയാണ് നാറ്റോ. നോ, നാറ്റോ അല്ല രൂപീകരിക്കുക. നാറ്റോ രൂപീകരിക്കുന്നത് USA ആണ്. നാറ്റോ രൂപീകരിക്കുന്നത് USA ആണ്, അമേരിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നത് താബോ എംബെക്കി. തീർച്ചയായിട്ടും
ഒന്നാം ലോക മഹായുദ്ധാനത്തിൽ ഒപ്പുവെക്കേണ്ട ഉടമ്പടിയാണ് വേഴ്സായിസ് ഉടമ്പടി. തീർച്ചയായിട്ടും വേഴ്സായി കൊട്ടാരത്തിൽ വെച്ച് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞതാ അല്ലെ. ഫ്രാൻസിലെ പാരീസിലെ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ചാണ് ഉടമ്പടി ഒപ്പുവെക്കുക. ഈ വേഴ്സായി കൊട്ടാരം പണി കഴിപ്പിച്ചത് ലൂയി 14 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറയുകയും ചെയ്തിരുന്നു അല്ലെ. അപ്പൊ തെറ്റായത് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 മാത്രം എന്നതാണ് ഉത്തരമായി പറയുക. 2 മാത്രം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കി വെക്കാം. നാറ്റോ രൂപീകരിച്ചത് USA ആണെങ്കിൽ, USA ആണെങ്കിൽ അപ്പോ USSR രൂപീകരിച്ചത് എന്താ? നാറ്റോ രൂപീകരിച്ച USA ആണ് എങ്കിൽ USSR അല്ലെ. USSR രൂപീകരിച്ചത്, അതായത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് എന്തായിരുന്നു? വാഴ്സ പാക്ട് എന്നായിരുന്നു. വാഴ്സ പാക്ട്. USSRന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് വാഴ്സ പാക്ട് എന്ന സൈനിക സഖ്യമാണ്. 1955 രൂപീകരിക്കപ്പെടുക വാഴ്സ പാക്ട്. ഓക്കെ. അപ്പോ അമേരിക്ക തങ്ങളുടെ അംഗരാജ്യങ്ങൾ, അതായത് അമേരിക്ക എന്ന മുതലാളിത്ത രാജ്യത്തോട് സഖ്യം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നാറ്റോ എന്ന പരസ്പര സഹായ സൈനിക സഖ്യം നിലവിൽ വന്നപ്പോൾ നാറ്റോയ്ക്ക് ബദലായി 1955 സോവിയറ്റ് യൂണിയൻ എന്താരംഭിച്ചു? വാഴ്സ പാക്ട് ആരംഭിച്ചു. ഈ USSRന്റെ ചേരിയിൽ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ. നാറ്റോയിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഇനി ലോകം തന്നെ തങ്ങളുടെ കാൽക്കീഴിലാണ് എന്നതായിരുന്നു USAയുടെയും USSRന്റെയൊക്കെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ വീണ്ടും സൈനിക സഖ്യം രൂപീകരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അമേരിക്ക നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിച്ചത് കൂടാതെ പ്രാദേശികമായിട്ട് എന്തുകൂടെ ആരംഭിച്ചിട്ടുണ്ട്? യെസ്, സീറ്റോ ആരംഭിച്ചിട്ടുണ്ട്. SEATO, സീറ്റോ. കൂടാതെ സെന്റോ, SCENTO. സീറ്റോയുടെ ഫോം ഇതാണ്: സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഓർഗനൈസേഷൻ, തെക്കനേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന രീതിയിൽ. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, യൂറോപ്പിലെയും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ലോകത്തിന്റെ മധ്യഭാഗത്തുള്ള യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് സെന്റോ. ഇതൊക്കെ ശീതയുദ്ധം അവസാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇവയൊക്കെ എന്താണ്, സീറ്റോയും സെന്റോ ഒക്കെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പക്ഷെ നാറ്റോ ഇപ്പോഴും ഉണ്ട്. വാഴ്സ പാക്റ്റും കാലഹരണപ്പെട്ടു. ഇപ്പോ ഈ സൈനിക സഖ്യങ്ങളിൽ നിലവിലുള്ളത് എന്താണ്? നാറ്റോ മാത്രം. ഓക്കെ, മറക്കല്ലേ. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഈ സൈനിക കിടമത്സരം ഉണ്ടായിരുന്നത് യൂറോപ്പിൽ തന്നെയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ സീറ്റോയും സെന്റോയും ഒക്കെ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക കിടമത്സരമുള്ളത് എപ്പോഴും യൂറോപ്പിലായിരുന്നു. പക്ഷെ ഇവര് ആക്രമിക്കാൻ തയ്യാറല്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നൽകിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇവരെ പിന്നോക്കം നയിച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തിരുന്നു? വീണ്ടും ആക്രമിക്കും. അതായത് പേടിപ്പിച്ച് നിർത്തുന്ന രീതി. തങ്ങൾ ആക്രമിച്ചാൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന് പേടിപ്പിക്കുന്ന രീതിയിലാണ് സൈനിക സഖ്യം രൂപീകരിക്കുക. പക്ഷെ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, ഒന്ന് പേടിപ്പിച്ച് നിർത്തുക, അത്രയേ ഉള്ളൂ കേട്ടോ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യാവസരം നൽകുക എന്നത് WTOയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനെ അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്കാണ്. ഏതൊക്കെയാണ് ശരി? നമ്മൾ പഠിച്ചതാണ് അല്ലെ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 95 ശരിയാണ്. തുല്യാവസരം നൽകുക എന്ന ലക്ഷ്യമാണ്. മുൻഗാമി എന്ന് കണക്കാക്കുന്ന ഗാട്ട് കരാറാണ് 47 രൂപീകരിച്ചത് നമ്മൾ പറഞ്ഞു. പിന്നെ ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്കാണ്. അല്ല, അത് തെറ്റാണ്. ജനീവയാണ് ആസ്ഥാനം അല്ലെ, ജനീവ. അപ്പൊ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചത് പ്രയോജനപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുക, മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക, അതോടൊപ്പം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ചെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശരിയായ കാര്യങ്ങൾ 1, 2, 3 എന്നിവയാണ്. ഓക്കെ. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് യുഎൻഒയുടെ ഏത് സംഘടനയാണ്? ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ്, ലോക സമ്മേളനം, ലോകത്തിന്റെ പാർലമെന്റ്, ലോക പാർലമെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനമാണ്. പൊതുസഭയുടെ സമ്മേളനം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഈ പൊതുസമ്മേളനത്തില് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ രാജ്യങ്ങളിലെയും പ്രതിനിധികൾക്ക് പങ്കെടുക്കാം. ഒരു രാജ്യത്തിന് പരമാവധി എത്ര പ്രതിനിധികൾ അയക്കാം? ഒരു രാജ്യത്തിന് പരമാവധി 5 പ്രതിനിധികൾ അയക്കാം. ഒരു വർഷം ഒരു തവണയെങ്കിലും സമ്മേളിക്കും. സാധാരണ സമ്മേളിക്കുന്നത് സെപ്റ്റംബർ മാസത്താണ് സാധാരണഗതിയിൽ പൊതുസമ്മേളനം നടത്തുക. ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്ത
ചലച്ചിത്രം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത് എന്നാണ് ചോദ്യം. ഷിൻഡേഴ്സ് ലിസ്റ്റ്, ദ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ്, ഗ്രാൻഡ് ഇല്യൂഷൻ, കനാൽ. ഏതാണ് ഇല്ലാത്തത്? ദ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രസിദ്ധമായ സിനിമ ഇതിൽ. ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് സിനിമ സംവിധാനം ചെയ്തത് ആരായിരുന്നു? ചാർലി ചാപ്ലിൻ ആയിരുന്നു. സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ചാർലി ചാപ്ലിൻ. ഓക്കെ. ഈ ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംവിധാനം ചെയ്തത് ആരായിരുന്നു? സ്റ്റീവൻ സ്പീൽബർഗ് ആയിരുന്നു. സ്റ്റീവൻ സ്പീൽബർഗ്. ഇതിന്റെ ഉള്ളടക്കം ജൂത കൂട്ടക്കൊലയായിരുന്നു. ജർമ്മനി അഥവാ ഹിറ്റ്ലർ നടപ്പിലാക്കിയ ജൂത കൂട്ടക്കൊലയാണ് ഈ സിനിമയുടെ പ്രതിപാദ വിഷയം. അല്ലെങ്കിൽ ഈ സിനിമയിലൂടെയാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് ആ ദാരുണ സംഭവം ലോകം അറിയുക, ഹോളോകോസ്റ്റ്. അപ്പോൾ ഹോളോകോസ്റ്റ് ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ് സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ്. രണ്ടാം ലോകവുമായി ബന്ധപ്പെട്ടതാണ്. ദ ഗ്രേറ്റ് ഡിറ്റക്ടർ ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. പിന്നെ കനാൽ എന്ന സിനിമയും സ്വാഭാവികമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് പരാമർശമുള്ള സിനിമയാണ്. ഗ്രാൻഡ് ഇല്യൂഷൻ രണ്ടാം ലോകവുമായി ബന്ധപ്പെട്ടതല്ല. ഇത് കൂടാതെ ഒരു ഡേവിഡ് ലീനിന്റെ ഒരു ചിത്രമുണ്ട്. രണ്ടാം ലോകവുമായി ബന്ധപ്പെട്ട ഡേവിഡ് ലീനിന്റെ ഒരു ചിത്രമുണ്ട്. ഡേവിഡ് ലീൻ. ആ ഡേവിഡ് ലീനിന്റെ ചിത്രമാണ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്. ദ ബ്രിഡ്ജ് on the river Kwai. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ ആണ്. അതും PSC ചോദിക്കാറുണ്ട്, ഓർത്തു വെക്കുക. പിന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവലുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവലുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ ഏതാണ്? മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. അതും PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓർത്ത് വെച്ചേക്കണേ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കലാസൃഷ്ടികൾ SCERT ഫാക്ട് ആണ്. SCERT പുസ്തകത്തിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഷിൻഡേഴ്സ് ലിസ്റ്റിന്റെ സിനിമയുടെ സംവിധായകൻ സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമയുടെ സംവിധായകൻ ചാർലി ചാപ്ലിൻ ആണ്. പിന്നെ ദി ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന സിനിമയുടെ സംവിധായകൻ ഡേവിഡ് ലീൻ ആണ്. ജൂത കൂട്ടക്കൊലയെ കുറിച്ച് പരാമർശമുള്ളതാണ് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് ഓർമ്മിക്കുക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പ്രസിദ്ധമായ നോവലാണ് മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. ഓക്കെ. പിക്കാസോയുടെ ഒരു ചിത്രമുണ്ട്. പിക്കാസോയുടെ ചിത്രം ഗൂർണിക്ക. സ്പാനിഷ് നഗരമായ ഗൂർണിക്ക, തകർക്കപ്പെട്ട ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? പാബ്ലോ പിക്കാസോ. അതും രണ്ടാം ലോകവുമായി ബന്ധപ്പെട്ട ഒരു രചന അല്ലെങ്കിൽ കലാസൃഷ്ടിയായി കണക്കാക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെറുധാന്യ വർഷം അല്ലെ, മില്ലറ്റ്. WTOയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു അല്ലെ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതെ, ജനീവ ആസ്ഥാനമാക്കിയിട്ടാണ് നിലവിൽ വരിക. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആണോടാ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറഞ്ഞു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO രൂപീകരിച്ചത് 1995 ജനുവരി 1 ഇന്ത്യ അംഗമായതും അന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഇന്ത്യ അംഗമായതും അന്ന് തന്നെയാണെന്ന് പറഞ്ഞു. ആ സെന്റൻസ് അല്ലേ ഇത്? ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ശരിയാണോ? അതെ. 171 അംഗരാജ്യങ്ങളാണുള്ളത്. അല്ല, എത്ര അംഗരാജ്യങ്ങളാ ഉള്ളേ? നമ്മൾ പറഞ്ഞേലേ ഉള്ളൂ. പറഞ്ഞേ, എത്ര അംഗരാജ്യങ്ങളാ ഉള്ളേ? 164. 164ാമത്തെ അംഗരാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. പോട്ടെ. അപ്പോ 171 അംഗരാജ്യങ്ങളല്ല എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പൊ ഇവിടെ ശരിയായത് 1ഉം 2ഉം ശരിയെന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ശീതസമരം, കോൾഡ് വാർ എന്ന പദം ആദ്യമേ ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ബെർനാഡ് ബറൂച്ച്. ആരാണ്? ബെർനാഡ് ബറൂച്ച്. മറക്കല്ലേ, ബെർനാഡ് ബറൂച്ച്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ്. ആണോ? അല്ല. നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് ആര്? അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയാം. ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന ആരാണ്? ട്രിഗ്വേലി ആണ്. ആരാണ്? ട്രിഗ്വേലി.
ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ട്രിഗ്വേലിയ. ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. അതെ, ശരിയാണ്. ഐക്യരാഷ്ട്ര മുൻഗാമിയാണ് സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നാഷൻസ്. അതുപോലെ ലീഗ് ഓഫ് നാഷൻസിന്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടന. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. തീർച്ചയായിട്ടും സുരക്ഷാ സമിതിയിലാണ് സ്ഥിരാംഗങ്ങളുള്ളത്, വീറ്റോ അധികാരമുള്ളത്, അല്ലെ? അവര് തീരുമാനിക്കുന്നതാണ് അധികാരം. അത് ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ 2ഉം 3ഉം ശരിയാണ് എന്നതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ, UAE, ചൈന, പാകിസ്ഥാൻ. ഏതാണ്? UAE. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. സിമ്പിൾ ആണ്, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലേ? അതെ, ജനീവ. സെറ്റാണേ. അപ്പൊ മറക്കരുത്, ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവനുണ്ടോ എന്ന് വിചാരിക്കുക. ജനീവയാണ്. ഈ ലോകാരോഗ്യ സംഘടന എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാമോ? ലോകാരോഗ്യ സംഘടന എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? പോട്ടെ, എന്നാണ് ലോകാരോഗ്യ ദിനം? ഏപ്രിൽ 7. ഏപ്രിൽ 7 എന്തുകൊണ്ടാണ് ലോകാരോഗ്യ ദിനമായിട്ട് കണക്കാക്കുക? ലോകാരോഗ്യ സംഘടന രൂപം കൊണ്ടതിന്റെ സ്മരണ, ഓർമ്മ നിലനിർത്തുവാനായിട്ട്. 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന രൂപം കൊള്ളുക. ആസ്ഥാനം നമ്മൾ പറഞ്ഞു ജനീവ. ഏപ്രിൽ 7-നെ എന്തായി കണക്കാക്കുന്നു? ലോകാരോഗ്യ ദിനമായി കണക്കാക്കുന്നു. ഈ ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം എന്താണ്? ലോകത്ത് എന്തെങ്കിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഒരു രാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് മാനവരാശിയുടെ ശത്രുവായ രോഗങ്ങളെ, മാരക രോഗങ്ങളെ തടയുക എന്നൊക്കെയാണ്. ഐക്യരാഷ്ട്രസഭ 193 അംഗരാജ്യങ്ങളും നിരീക്ഷക രാഷ്ട്രമായ പാലസ്തീനും ഉൾപ്പെടെ എത്ര അംഗരാജ്യങ്ങളുണ്ട് ഇവിടെ? 194 അംഗരാജ്യങ്ങളുണ്ട്. ഓക്കെ. ഈ ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഒരു ഇന്ത്യൻ വനിതയുണ്ട്. ആരാണത്? ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി കൂടെയാണ് രാജ്കുമാരി അമൃത് കൗർ. മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണേ. അപ്പോൾ ലോകാരോഗ്യ സംഘടന ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. രൂപീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1948 ഏപ്രിൽ 7-ാം തീയതി. 194 അംഗരാജ്യങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് രാജ്കുമാരി അമൃത് കൗർ ആണ്. ഓക്കെ അല്ലേ? ഗഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരൻ? ഓപ്ഷൻ എ സ്പെയിൻ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി പോർച്ചുഗീസ്, ഓപ്ഷൻ ഡി മലേഷ്യ. ആൻസർ പോർച്ചുഗീസ്. ഐക്യരാഷ്ട്രസഭയില് രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ രാജ്യങ്ങളിലെ അംഗങ്ങൾക്ക് എന്താവാൻ പറ്റില്ല? സെക്രട്ടറി ജനറൽ ആകാൻ പറ്റില്ല. സെക്രട്ടറി ജനറൽ കാലാവധി 5 വർഷമാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് ലീഗ് ഓഫ് നാഷൻസ്, വുഡ്രോ വിൽസൺ, വേഴ്സൈൽസ് ഉടമ്പടി. ദ യുണൈറ്റഡ് നേഷൻസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദി അറ്റ്ലാന്റിക് ചാർട്ടർ. ദ കോമൺവെൽത്ത് നേഷൻസ്, ആർതർ ജെയിംസ് ബാൽഫോർ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ. ഓരോ സംഘടനയും ആ സംഘടനയ്ക്ക് രൂപീകരിക്കാൻ ഒരു ആശയം നൽകിയ വ്യക്തിയും അതിന് കാരണമായ ഉടമ്പടിയുമാണ് ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നു ലീഗ് ഓഫ് നാഷൻസ്, വുഡ്രോ വിൽസൺ, വേഴ്സൈൽസ് ഉടമ്പടിയാണ് കാരണം, ശരിയാണ്. ദ യുണൈറ്റഡ് നേഷൻസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദ അറ്റ്ലാന്റിക് ചാർട്ടർ, ശരിയാണ്. ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, ആർതർ ജെയിംസ് ബാൽഫോർ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ, ബ്രിട്ടന്റെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനാണ്. സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ. എല്ലാം ശരിയാണ്. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഓക്കെ. അപ്പൊ 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഫിൻലാൻഡ് ആണ്. ഉക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഔദ്യോഗികമായി നാറ്റോയിൽ അംഗത്വം കൊടുത്തിട്ടില്ല. ഇനി സംശയം വരരുത്, അതുകൊണ്ട് ഞാൻ ആ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാം.
റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് നാറ്റോയിൽ ഉക്രൈനെ അംഗമാക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇനി നടപ്പിലായാൽ അപ്പോൾ നമുക്കത് പഠിച്ചാൽ മതി. സംശയം വേണ്ട എന്നതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ വേൾഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ലോക വിപ്ലവങ്ങള്, ലോകമഹായുദ്ധങ്ങള്, ലോകത്തെ പ്രധാന സംഘടനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഓക്കെ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൃത്യമായി പഠിച്ചുറപ്പിച്ച് പോകുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. റിവിഷൻ ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം. എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. കേട്ടോ? യെസ്. PVQ പഠിക്കുമ്പോൾ കണക്റ്റഡ് ഫാക്ട്സ് ഉറപ്പായിട്ടും പഠിക്കണം. അത് തുടർന്ന് വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. ബൈ.